സൈക്കോയോ അതോ സംശയരോഗോ? ഡാബി എന്നോട് ദേഷ്യാണ്. ഏയ് എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? മുജീക്കനോട് പറഞ്ഞാലേ? ആ പറ. അങ്ങനെ ആകെ കിളി പോയി നടക്കാന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പൊ ചികിത്സിച്ചാ നീ കഷ്ടപ്പെടണ്ട. എടാ പക്ഷെ പറഞ്ഞാലും ഒരു കാര്യമില്ലടാ. പുറത്ത് പുള്ളി ഭയങ്കര മാന്യനാ. ഞാനിപ്പോ ഇത് പറഞ്ഞാണ്ടല്ല, മുജീക്ക ചിരിക്കുള്ളൂ, ആരും വിശ്വസിക്കൂല. എന്തായാലും ഞാനും നിന്റെ പണി തീർത്ത് പോലെ. നമ്മൾ തമ്മിൽ കാണാതിരുന്ന പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻ്റെ കൂടെ ഞാൻ എങ്ങനെ? എന്റെ തങ്ങളെ റംലത്തിനേക്കാൾ അപ്പുറാവൂലേ? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ ഫാത്തി? എടാ അബി, ആ ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കോ? പറ. നീ ഒന്നേ ഈ കല്യാണം മുടക്കി തരുമോ? എന്തോന്ന്? എടാ എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ. നീ ഇത് പോയി നിന്റെ മുജീക്കാട് പറയേ. നല്ല 2 ഗുളിക കഴിച്ചാൽ മാറാവുന്ന പ്രശ്നം ഇപ്പൊ അയാൾക്കുള്ളൂ. അതിന് ഞാൻ കയറി കല്യാണം മുടക്കേ. ശരി നന്ദി. എടാ അബി പ്ലീസ് എടാ. എടാ മുജീക്കനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവൂല. എനിക്ക് പേടിയാ ഫാത്തി. എന്തെങ്കിലും സംഭവിച്ചാ എന്റെ 2 ഉമ്മമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തു പറ്റിയമ്മ? സാരമില്ലടാ, ചെറിയൊരു തലർക്കം പോലെ. മോനത് കാര്യാക്കണ്ട, പോയി കിടന്നോ. എടാ ഇങ്ങോട്ട് നോക്കി നിൽക്കാത്ത പോയി വണ്ടി വിളിച്ചോണ്ട് വാടാ. പറഞ്ഞില്ലേ മരുന്ന് തീർന്നവര്? എന്താ ചിരിക്കുന്ന? അബി നാളെ ഒരു MRI സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കട്ടെ. സാർ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കുക. എനിക്കൊരു കുഴപ്പമില്ല. വാബി പോ. അത് തന്നേക്ക്, ഞാൻ നാളെ ചെയ്തോളാം.